വനിതാ പ്രീമിയർ ലീഗിന്റെ നേതൃത്വത്തിൽ ഇനി മലയാളി പ്രഥമ ചെയർമാനായി KCA പ്രസിഡന്റ് ജയേഷ് ജോർജിനെ BCCI വാർഷിക പൊതുയോഗം തെരഞ്ഞെടുത്തു. BCCI അധ്യക്ഷനായി മിഥുൻ മൻഹാസും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഖിലാഫ് അഹമ്മദ് ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ്, കേരള ക്രിക്കറ്റിന് വലിയൊരു അംഗീകാരം തന്നെയാണ് ജയേഷിന്റെ നിയമനം, അല്ലേ? തീർച്ചയായും അഖില, ഒരു വലിയ അംഗീകാരം തന്നെയാണ് കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, ഈ ഒരു BCCIയുടെ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് WPLന്റെ, അതായത് വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ പ്രഥമ ചെയർമാനായി ജയേഷ് ജോർജിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ ജയേഷ് ജോർജ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജയേഷ് ജോർജിന്റെ ഈ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാൻ കാരണമായി പറയുന്നത് 2019 ജയ്ഷ BCCIയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ജയേഷ് ജോർജ്. പിന്നീട് അതേപോലെ തന്നെ KCAയുടെയും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായുള്ള അനുഭവ സമ്പത്തും ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഈ ജയേഷ് ജോർജിനെ ഇപ്പോൾ പ്രഥമ ചെയർമാനായിട്ട് WPLന്റെ പ്രഥമ ചെയർമാനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൂടാതെ ഈ കുറഞ്ഞ കാലയളവിൽ ഇന്ത്യൻ സഞ്ജു സാംസൺ ഒരു പുരുഷ താരമാണ് കേരളത്തിൽ നിന്നുള്ളതാണെങ്കിൽ, എന്നാൽ നേരെ മറിച്ച് ഒരു വനിതകളുടെ പ്രാതിനിധ്യം ഇന്ത്യൻ ടീമിൽ മലയാളികളുടെ ഏറെ ഉണ്ട്. നിറസാന്നിധ്യമാണ് മലയാളികൾ ഇപ്പോൾ ഇന്ത്യൻ വനിതാ ടീമിൽ. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഏകകണ്ഠമായി ജയേഷ് ജോർജിനെ പ്രഥമ ചെയർമാനായി തെരഞ്ഞെടുത്തത്. കൂടാതെ മിഥുൻ മൻഹാസ് BCCIയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ രാജീവ് ശുക്ല വൈസ് പ്രസിഡന്റായും അതേപോലെ തന്നെ ദേവ്ജിത്ത് സൈക്കിയ സെക്രട്ടറി ആയിട്ടും തുടരും. കൂടാതെ ഇതിൽ വേറെ മാറ്റം എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ സ്പിന്നറായിരുന്ന രഘുറാം ഭട്ട് ഇപ്പോൾ രഘുറാം ഭട്ട് ട്രഷറായി മാറിയിരിക്കുന്നു. അരുൺ ധുമാൽ IPL ചെയർമാനായി തുടരും. പിന്നെ അതേപോലെ തന്നെ മുൻ ട്രഷറായിരുന്ന പ്രഭ്തേജ് സിംഗ് ഭട്ടിയ നിലവിൽ ജോയിന്റ് സെക്രട്ടറിയായി തുടരും. അഖില. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.